മഹാമയൂരി ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ വാവശാന്തി. ഞാനിവിടെ പറയാൻ പോകുന്നത് കർക്കിടക വാവുബലിയെക്കുറിച്ചാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സൂര്യൻ്റെ സഞ്ചാരപഥത്തെ ആസ്പദമാക്കി രണ്ട് അയനങ്ങളാണ് ഉള്ളത്. അവ ഉത്തരായനവും ദക്ഷിണായനവും. ഉത്തരായനം ദേവപൂജയ്ക്കും ദക്ഷിണായനം പിതൃകർമ്മങ്ങൾക്കും ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത്. ദക്ഷിണായനത്തിൻ്റെ ആദ്യത്തെ കർത്തവാണ് കർക്കിടക വാവ്. ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയമാണ് ഇത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് കർത്തവാവ്. നമ്മുടെ ശരീരത്തിലെ അഗ്നി സോമ സൂര്യമണ്ഡലങ്ങളുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റം നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നു. ചന്ദ്രന് രണ്ട് പക്കങ്ങളാണ് ഉള്ളത്. അത് വെളുത്ത പക്കവും കറുത്ത പക്കവും. ചന്ദ്രൻ്റെ കല സൂര്യനിലേക്കും തിരിച്ചും വരുന്ന കാലം മനുഷ്യ മനസ്സിനെയും മനുഷ്യ ശരീരത്തിനും നിർണായകമായ സ്വാധീനമാണ് ഉളവാക്കുന്നത്. കൂടാതെ കർക്കിടക വാവിന് പിതൃലോകത്തു നിന്നും വന്ന് അന്നവും ജലവും പുഷ്പവും സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിച്ച് യാത്രയാകും എന്നാണ് പൗരാണിക സങ്കല്പം. ഇനി ബലിയിടുന്ന മന്ത്രത്തിൻ്റെ അർത്ഥവ്യാപ്തിയെ പറയാം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായിട്ടും നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും കഴിഞ്ഞ എൻ്റെ 2 ജന്മങ്ങളിൽ എൻ്റെ ദാസന്മാരായിരുന്നവർക്കും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളിലായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും ജലവും പുഷ്പവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും, എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും, കഴിഞ്ഞ കാലത്തിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും, മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും, പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും, പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി, ആയുധത്താൽ മരിച്ചവർക്കും വേണ്ടിയും, ഈ ലോകം കാണാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചവർക്ക് വേണ്ടിയും, എൻ്റെ അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതുമായ ബന്ധുക്കൾക്കു വേണ്ടിയും ഞാൻ ഈ അന്നവും ജലവും പുഷ്പവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്ത് ഉള്ളതെല്ലാം അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു. ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും, കഴിഞ്ഞ 7 തലമുറയിൽ ജീവിച്ചിരുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയും, അവർ അവരുടെ ലോകത്ത് സന്തോഷിച്ച് ഇരിക്കുവാനും അവരുടെ ലോകത്ത് ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയും ഒരിക്കൽ കൂടി ഞാൻ ഈ അന്നവും ജലവും പുഷ്പവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇതാണ് ബലിയിടുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം. അതിനാൽ ഓർക്കുക, നാം ഒരു കർക്കിടക ബലി ഇടുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അത്രയ്ക്കും ഉത്തമമാണ് പിതൃബലി. പിതൃക്കളോടുള്ള ശ്രദ്ധയെ തർപ്പണത്തിലും അവരോടുള്ള തൃപ്തിയെ ശ്രാദ്ധത്തിലും സമുജ്വലമായി കടന്നു പോകുന്ന മാനവൻ അറിയാത്ത ലോകങ്ങൾ അനാവരണം ചെയ്ത് അറിവിൻ്റെ മാസ്മരപ്രഭ ഉണ്ടാകുമെന്നാണ് തന്ത്രാഗമങ്ങളും സങ്കല്പങ്ങളും. പാരമ്പര്യ സംവേദ്യമായ അറിവുകൾ സംജാതമാകുവാൻ
പ്രായമായവരോ മുതിർന്നവരോ കുട്ടികളോ എന്നല്ല, എല്ലാവരും ബലിയിടണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.